നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇന്ത്യ. ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ചു. ഇന്ത്യ മാലിദ്വീപ് ബന്ധം എവിടേക്കാണ് പോകുന്നത് എന്നതാണ് അടുത്ത വിഷയമായി നമ്മൾ ഈവനിംഗ് ഷോയിൽ ചർച്ച ചെയ്യുന്നത്. അതിഥികളായി സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ തുടരുന്നുണ്ട്. TP ശ്രീനിവാസൻ നയതന്ത്ര വിദഗ്ധനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, നികേഷ് കുമാർ, സുജയ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൈക്കമ്മീഷണറെ വിളിച്ച് നയതന്ത്ര തലത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ. പക്ഷെ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. ബാക്കെൻഡിൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കൊമേഴ്സ് വ്യാപാര സംഘടനകൾ മാൽദ്വീപ്സിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. മേക്മേ ട്രിപ്പിൽ മാത്രം 4500% ലക്ഷദ്വീപിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ തിരക്ക് കൂടിയതെന്ന് പറയുന്നു. ഈസി ട്രിപ്പ് എന്ന് പറയുന്ന മറ്റൊരു ട്രാവൽ ഏജൻസി പറയുന്നത് അവരുടെ ഓഹരി നിക്ഷേപം 6% വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിലുണ്ടാവുന്ന ഉലച്ചിൽ ഇന്ത്യയിലെ ചില വ്യാപാരികളിലും വ്യാപാര ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രാഷ്ട്രീയ മാനത്തിനോടൊപ്പം. അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതിപ്പം ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ലല്ലോ നികേഷേ. കാരണം വെച്ചാൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എന്തായിരുന്നു? അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? ഇന്ത്യ ഔട്ട് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒന്ന്, ഇപ്പം നമ്മൾ പറയാറുള്ളത് പോലെ പിന്നെ ഇന്ത്യ 75ഓളം അവിടുത്തെ സൈനികരെ അടിയന്തരമായി പുറത്താക്കണമെന്ന് പറയുക മാത്രമല്ല 100ഓളം സഹകരണ കരാറുകളുണ്ട് ഇന്ത്യക്കും മാൽദ്വീപ്സിനിടയിൽ. അതെല്ലാം പുനഃപരിശോധിക്കും എന്നാണ് പുതിയ അധികാരികൾ പറയുന്നത്. ആ അർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ആൻറ്റി ഇന്ത്യ സമീപനമാണ് മാൽദ്വീപ്സ് എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും അപ്രതീക്ഷിതമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശദമായ അഭിപ്രായങ്ങൾ നിശ്ചയമായി ഈ ചൈനയുമായി ഈ നിലയിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് എന്നുള്ളത് മാൽദ്വീപ് ആലോചിച്ചാൽ നന്നായിരിക്കും. ഏതാണ്ട് സമാനമായ വിധത്തിലാണ് ശ്രീലങ്ക ചൈനയുമായി സഹകരിച്ചത്. അത് പിന്നീട് അതിനെ പിന്നെ കടക്കണിയിൽപ്പെടുത്തി ആ രാജ്യം തന്നെ ഏതാണ്ട് ഇല്ലാതാകുന്ന അവസ്ഥ വന്നപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ് വീണ്ടും വന്ന് കരകയറ്റിയത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുകയും ഈ സാധാരണഗതിയിൽ ഇന്ത്യയിലാണ് മാൽദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ് ആദ്യം വരേണ്ടത്. അത് കീഴ്വഴക്കാണ്, വേണമെങ്കിൽ അവർക്കത് മാറ്റിവെക്കാം. പക്ഷെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പെരുമാറേണ്ടി വരും ഒരു രാജ്യം എന്നുള്ളതല്ലേ. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപഹസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സർക്കാരിന് നിലനിൽക്കാമെന്നാണെങ്കിൽ നിലനിന്നോ, പക്ഷെ ഇന്ത്യ ഒപ്പുണ്ടാകില്ല. ഈ ലോകക്രമത്തിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നാണ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇസ്രയേൽ കൃത്യമായി എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ്, ആ ട്രെൻഡിങ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ അതാണ്. ആ എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ട്രെൻഡിങ് ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഇന്ത്യയിലെ ഇസ്രയേൽ എംബസി പങ്കാളിയാവുകയാണ്. എന്നിട്ട് പറയുന്നു, വി വെയർ ഇൻ ലക്ഷദ്വീപ് ലാസ്റ്റ് ഇയർ upon the federal government's request to initiate the desalination program. Israel is ready to commence working on this project tomorrow. Right. Desalination പ്രോഗ്രാമിന് ഇസ്രായേൽ സഹകരിക്കാൻ പോകുന്നു. അതെ.